ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം റിച്ച് ബായ് 007 യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. എവിഡിക്കാൻ ടൂർ എന്ന ഒരു വയനാട്ടിലെ ഒരു ട്രാവൽ ബ്ലോഗിനെയാണ്, ഫാമിലി ട്രാവൽ ബ്ലോഗിനെയാണ് പരിചയപ്പെടുന്നത്. അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ നാനോ കാറിലാണ് ലോകം ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് ജിൻസ്, പിന്നെ ആൻസി, പിന്നെ കുഞ്ഞാറ്റ, ഇവർ മൂന്നുപേരുമാണ് നാനോ കാറിൽ ലോകം ചുറ്റുന്നത്. അവർ നാനോ കാറിൽ തന്നെ കടന്നുറങ്ങി അതിൽ തന്നെ കുക്ക് ചെയ്ത് ട്രാവൽ ചെയ്യുന്ന ഒരു ട്രാവൽ ബ്ലോഗാണ്. പെട്ടെന്ന് ക്ലിക്കായതാണ്. ആദ്യമൊക്കെ നോർമൽ വീഡിയോസാണ് അവർ ഇട്ടുകൊണ്ടിരുന്നത്. അവൻ നാനോ കാറിൽ ട്രാവൽ ബ്ലോഗ് ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ് അവർക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി തുടങ്ങി, വ്യൂസ് കൂടി തുടങ്ങി, ആളിലൊക്കെ അവരെ ഏറ്റെടുത്ത്. അപ്പോൾ അവരുടെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് പോകുന്നത്. ഇത് നമ്മൾ ഇതുണ്ടല്ലോ, ഈ സീറ്റിന്റെ ഈ രണ്ടെണ്ണം ചാരിയിരിക്കുന്നത്, ഇത് രണ്ടും ഊരിയിട്ട് ആ ഗ്യാപ്പിൽ വെക്കും. ഞാനത് കാണിച്ചു തരാം. ഇവരുടെ ബെഡ് സെറ്റപ്പാണ് കാണിക്കാൻ പോകുന്നത്. ഒരു ഊര് നല്ലത്. അത് ഊരുവാണ്, നല്ല ഗ്യാപ്പിലേക്ക് വെക്കുകയാണ്. ഇത് രണ്ടും ഇങ്ങനെ ഊരിയിട്ട് പിന്നെ നമ്മള് ബെഡ് പൊക്കും. ബെഡ് പൊക്കുക. ഇവിടുന്ന് ഒരു പീസ് ഉണ്ട്. അങ്ങനെയല്ലേ, ഇതെടുത്ത് ഇങ്ങനെ ഇടും. അങ്ങനെ. എന്നിട്ട് ഈ ബെഡ് നിവർത്തിയിട്ടാല് സുഖമായിട്ട് കിടക്കാം. ബെഡ് സെറ്റപ്പ് സെറ്റപ്പാണ്. പൊളി. ഇതിലാണൊരു ഞങ്ങൾ 3 പേര് ഫാമിലി ആയിട്ട് പോകുന്നത്. ജിൻസന്റെ സുഹൃത്താണ്. വർഷങ്ങളായിട്ട് ഞങ്ങൾ പരിചയം. ഞങ്ങളൊരു ഷോർട്ട് ഫിലിമിലൂടെയാണ് പരിചയപ്പെട്ടത്. അപ്പോൾ എത്ര രാജ്യങ്ങൾ പോയി? ഞങ്ങള് ഒരു ശ്രീലങ്ക പോയി, മലേഷ്യ പോയി. അതൊക്കെ വേറെ യാത്രകളായിരുന്നു. നമ്മള് വണ്ടി ഉപയോഗിക്കാൻ, ഞങ്ങൾക്ക് ഇനി വണ്ടി ഉപയോഗിച്ച് ഞങ്ങൾക്ക് മലേഷ്യ, സിംഗപ്പൂരൊക്കെ പോകണമെന്നാണ് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹം. അടിപൊളി. ഇടയ്ക്ക് റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടോ? റെക്കോർഡ് ഞങ്ങള് ഉംലിംഗ്ല കേറി. അതൊരു റെക്കോർഡാണ്. നാനോ വെച്ചിട്ടാണ് നാനോ വെച്ചാണ്. അതായത് 19,000 അടി ഹൈറ്റ് ആണ്. അതിൽ ഞങ്ങള് നാനോ കാർ ഫാമിലി ആയിട്ട് ഞങ്ങളാണ് ആദ്യമായിട്ട് കയറുന്നത്. ഇതിനു മുമ്പ് ആൾക്കാർ നാനോ കാർ കയറിയിട്ടുണ്ട്, പക്ഷെ ഫാമിലി ആയിട്ട് ഞങ്ങൾ ആദ്യമായിട്ട്. ഇന്ത്യന്ന് ഫാമിലി, കേരളത്തിൽ അല്ലേ? കേരളത്തിൽ ഫാമിലി ആയിട്ട്. ഇനി മലേഷ്യ, സിംഗപ്പൂര്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ കുക്കിങ്ങും പിന്നെ താമസമൊക്കെ വണ്ടിയിലല്ലേ? അപ്പൊ എങ്ങനെയാണ്? ഏതെങ്കിലും പമ്പിന്റെ അടുത്തൊക്കെ നിർത്തി? അങ്ങനെയൊക്കെയാണ്. പമ്പിലേ നിർത്തുള്ളൂ. പമ്പാകുമ്പോ നമുക്ക് പേടിക്കാണ്ട് ഉറങ്ങാൻ പറ്റും. എപ്പോഴും സ്റ്റാഫ് ഉണ്ട്. ഇപ്പൊ ലേഡീസ് ഒക്കെ ഉണ്ട്. രാത്രിക്കൊക്കെ ആണെങ്കിലും പമ്പുകളിൽ ലേഡീസും സ്റ്റാഫ് ഉണ്ട്. അപ്പൊ നൈറ്റും അവരുണ്ടാവും. അപ്പൊ അവിടെ നമുക്ക് ധൈര്യമായിട്ട് വണ്ടി നിർത്തി ഉറങ്ങാം. എന്തെങ്കിലും മോശം അനുഭവങ്ങൾ യാത്രയിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പറയത്തക്ക അനുഭവങ്ങൾ ഇല്ല. അങ്ങനെ അതായത് മോശം അനുഭവം അങ്ങനെ ഇല്ല. പിന്നെ ഇടയ്ക്കൊരു മധ്യപ്രദേശ് വെച്ച് ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അപ്പൊ ഒരു ചേട്ടൻ മദ്യപിച്ചിട്ട് വന്നിരുന്നു. ഞങ്ങൾ കുക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്ന് കൊച്ചിനെയൊക്കെ പെട്ടെന്ന് എടുത്തു. പിന്നെ ഞങ്ങൾ വേഗം സാധനങ്ങളെല്ലാം അവിടുന്ന് എടുത്ത് കുക്കിംഗ് പകുതിയിൽ നിർത്തിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് സാധനങ്ങളെല്ലാം എടുത്ത് വേഗം പോകുന്നതാണ്. എങ്ങനെയാണ് നാട്ടിലൊക്കെ? എങ്ങനെയാണ് ഇതിനെ കുറിച്ച്, നിങ്ങളുടെ ട്രാവലിംഗ് ബ്ലോഗിനെ കുറിച്ചൊക്കെ? എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഞങ്ങൾക്ക് ദിവസം ഒരു അവാർഡും കാര്യങ്ങളൊക്കെ തന്നു ഞങ്ങളുടെ നാട്ടിൽ നിന്ന്. ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. നമ്മുടെ നാട്ടിലുള്ളവർ അംഗീകരിച്ചെങ്കിലേ നമ്മൾ പുറമേ ഉള്ളവർ നമ്മളെ അംഗീകരിക്കുള്ളൂ. അപ്പൊ അങ്ങനെ അത് ഞങ്ങൾക്ക് ഒരു വലിയൊരു അനുഭവമായി. പിന്നെ ഒരു സുഹൃത്തായിട്ടൊരു ട്രാവലിംഗ് ഉണ്ടായിരുന്നില്ല ഞാൻ? അത് ഞങ്ങള് ശ്രീലങ്ക ഒന്ന് പോയി. ഇടയ്ക്ക് ഒന്ന് ശ്രീലങ്കയ്ക്ക് പോയി. ഞങ്ങൾ ഇനിയും ഞങ്ങളെ യാത്രകൾ വരുന്നുണ്ട്. പുതിയ പ്ലാനിങ്ങുകൾ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുന്നു. ആണല്ലേ? കാശ്മീർ, ലഡാക്ക്. പിന്നെ ഞങ്ങൾ നേപ്പാളും പോയിരുന്നു. നാനോ കാറും കൊണ്ട് തന്നെ. ആണല്ലേ? അവിടെ എങ്ങനെയാണ് ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ? അവിടെ ഞങ്ങൾ പോയ സമയത്ത് നല്ല മഴയായിരുന്നു. നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് തന്നെ. അത്യാവശ്യം തണുപ്പുണ്ട്. പിന്നെ നല്ല മഴയുള്ള സമയത്ത് ഞങ്ങൾ പോയത്. എങ്ങനെയാണ് പെട്ടെന്ന് തോന്നിയത് ഇങ്ങനെ നാനോക്കാരെ അടുത്ത് ഇങ്ങനെ ഒരു ട്രാവൽ ബ്ലോഗ് ചെയ്യാന്ന്? അത് എന്താ സംഭവം, ഇപ്പൊ എല്ലാരും ഒരു ചിന്തയുണ്ട്. അതായത് വലിയ വണ്ടികൾ വേണം, ഓഫ് റോഡ് വണ്ടികൾ, അതേപോലത്തെ വലിയ വണ്ടികൾ, 4x4 വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു വലിയ യാത്ര പോകാൻ പറ്റുള്ളൂ എന്നൊരു ചിന്തയുണ്ട്. അപ്പൊ ഞങ്ങളുടെ ലക്ഷ്യം ഏതൊരു സാധാരണക്കാരനും പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണല്ലോ നാനോ.
ഇപ്പൊ ഒരു ബൈക്ക് എടുക്കുന്ന ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് നാനോ വാങ്ങാം. അപ്പൊ ആ പൈസക്ക് ഉള്ള ഒരു വണ്ടി കൊണ്ട് പോയി വരിക എന്നുള്ള ഞങ്ങളുടെ ലക്ഷ്യം. അത് പോയി വന്നു കഴിഞ്ഞാൽ കുറെ പേർക്ക് ഇതൊരു പ്രചോദനം ആവുമല്ലോ. പിന്നെ ഞങ്ങളുടെ ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങള് ലഹരിക്കെതിരായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ആരെങ്കിലും ഒക്കെ ഒരു ഉപകാരം ആവുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഒരു 3 പേർക്കൊക്കെ ഫേസ് ഉണ്ടോ ഇങ്ങനെ? സുഖമായിട്ട് കിടക്കാം. ആണല്ലേ? കൊച്ചെന്ന് പറയുന്നു, എന്താ മോളെന്ന് പറയുന്നു, എങ്ങനെയുണ്ട് യാത്രയൊക്കെ? അടിപൊളിയാന്ന് പറയാം. അടിപൊളിയാണോ? അവൾക്ക് നാണോ? നാണുണ്ടല്ലേ? അപ്പൊ കുക്കിംഗ് ഒക്കെ പിന്നെ ഇതല്ലേ? ഇത് നമ്മുടെ ഉള്ളില് ഗ്യാസും സ്റ്റൗ സാധനങ്ങളൊക്കെ ഉണ്ട്. ആണല്ലേ? അതേപോലെ നമ്മൾ ബെഡും ചെയ്തിട്ടുണ്ട്. ബെഡും ഉണ്ട്. അപ്പൊ ഇപ്പൊ സാധനങ്ങളെല്ലാം ഇറക്കി വെച്ചേക്കുവാണ്. അപ്പൊ നമ്മൾ സീറ്റും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാൻ വേണ്ടി എല്ലാ സാധനങ്ങളും ഊരി വെച്ചു. പക്ഷെ ബെഡ് അങ്ങനെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇതൊക്കെ ഇത് നമ്മുടെ ചാനലിന്റെ പേര്. ഇത് നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ്. ഞങ്ങൾ പോകുന്ന റൂട്ട് എഴുതിയിരുന്നു. ഞങ്ങൾ ലഡാക്ക് എന്നിട്ട് മണാലി വഴി ഇറങ്ങാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ മണാലിയിൽ മഴയും ലാൻഡ് സ്ലൈഡ് ഒക്കെ ആയതുകൊണ്ട് അതിലെ റോഡ് ക്ലോസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിലെ വരാൻ പറ്റിയില്ല. ഞങ്ങൾ പോയ വഴി തന്നെ തിരിച്ചു പോകും. ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടോ ട്രാവലിംഗ്? എന്തെങ്കിലും ഇല്ല. ഞങ്ങൾ മരുന്നെല്ലാം കയ്യിലുണ്ടായിരുന്നു. എല്ലാം ഉൾപ്പെടുത്തി പോകുന്നത്. എന്നാലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾ തിരിച്ചു എത്തി. ഡ്രൈവിംഗ് പാഷനാണോ ഇങ്ങനെ? എനിക്ക് ഏറ്റവും ഇഷ്ടം ഡ്രൈവിംഗ്. ഡ്രൈവിംഗ് ആണ്. ഇവിടെ ഡ്രൈവ് ചെയ്യൂല, ഞാൻ മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകണം. അതിലൊരു ബുദ്ധിമുട്ടുണ്ട്. നല്ല അടിപൊളി ഫാൻ സെറ്റപ്പ് ഉണ്ട്. അത് സ്റ്റോറേജ് ഉണ്ട്. ഇതാ സ്റ്റോറേജ്. ഇവിടെയാണ് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ. ഗ്യാസ്, വെള്ളം, സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിനുള്ളിൽ സ്റ്റോറേജ് ഉണ്ട്. ഇതിപ്പോ നമ്മളെന്താ വെച്ചാൽ യാത്ര കഴിഞ്ഞ് വന്നതുകൊണ്ട് എല്ലാ സാധനം നമ്മൾ എടുത്ത് വീട്ടിൽ മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം അടുത്തൊരു യാത്ര ആകുമ്പോഴത്തേക്ക് ഇനി നമ്മളിത് ഏൽപ്പിക്കുള്ളൂ. ഇവിടെയാണ് ഇതിന്റെ എഞ്ചിൻ വരുന്നത്. അടിയിലാണ് എഞ്ചിൻ. ഇതിന്റെ അടിയിലെ എഞ്ചിൻ. ഇതിന്റെ അടിയിലാണ് എഞ്ചിൻ. ആൻസി, എങ്ങനെയുണ്ട് യാത്രാനുഭവങ്ങളൊക്കെ? എങ്ങനെയാണ് യാത്രാനുഭവം? ആദ്യം വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഓപ്പൺ ആയിട്ട് പറയാലോ. പിന്നെ ചേട്ടായി ഇങ്ങനെ എന്താ കുറെ ആൾക്കാർ വിളിച്ചു. ആർക്കും താല്പര്യമില്ല വരാന്. പിന്നെ ലാസ്റ്റ് ആണ് എന്നോട് ചോദിക്കുന്നത്, നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യ ട്രിപ്പിൽ മോളെ കൊണ്ടുപോയില്ല. പിന്നെ 2 ട്രിപ്പിൽ മോളെ കൊണ്ടുപോയി. മോൾക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്കും ഭയങ്കര താല്പര്യമാണ്. ആദ്യം ഇങ്ങനെ നമ്മള് വീട്ടിന്റെ ഉള്ളില് സ്ത്രീകള് പൊതുവെ വീട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങി കൂടുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ചേട്ടായി തന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോ എനിക്കും ഹാപ്പിയായി. ഞാനും ഇതിനകത്തേക്ക് ഇറങ്ങി. ഇപ്പൊ എനിക്ക് നല്ല താല്പര്യമാണ്. യാത്രകൾ ചെയ്യാലോ. നമ്മള് കാണാത്ത സ്ഥലങ്ങളെല്ലാം കാണാം. പുതിയ അനുഭവങ്ങൾ, പുതിയ ആൾക്കാര്, നമുക്ക് പരിചയം പോലും ഇല്ലാത്ത ആൾക്കാരൊക്കെ നമ്മളോട് വിളിച്ച് ഓരോന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് സന്തോഷം. അവിടുത്തെ ഫുഡൊക്കെ ഞങ്ങൾ അവിടുത്തെ ഇടയ്ക്ക് ഫുഡ് മാത്രമേ പുറത്തുനിന്ന് കഴിക്കാറുള്ളൂ. നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. എനിക്കൊരു സർജറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ അതിന്റേതായ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് ഇപ്രാവശ്യം മാത്രം കുറച്ച് പുറത്തുനിന്ന് കഴിച്ചു. അല്ലെങ്കിൽ ഞങ്ങള് ഫുള്ള് കുക്കിംഗ് മാത്രമാണ്. എന്തൊക്കെയാണ് കുക്ക് ചെയ്യുന്നത്? ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് കുക്കർ ബിരിയാണി. അതാണ് ഈസി, പിന്നെ ചോറും നമ്മുടെ സാമ്പാറ്, പിന്നെ മീൻ കിട്ടുകയാണെങ്കിൽ മാത്രം മീൻകറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പിന്നെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഉണ്ടാവും. അച്ചാറ്, അങ്ങനത്തെ മീൻ അച്ചാർ, ബീഫ് അച്ചാർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ കൂട്ടി അങ്ങനെ കഴിക്കൂലേ? ഇങ്ങനെ നമ്മള് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ടോ? സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുമോ? പച്ചക്കറി, ഫിഷ്? അതെ, നമുക്ക് ഇവിടുത്തെ റേറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ പച്ചക്കറിക്കൊക്കെ നമുക്ക് 2 ദിവസത്തേക്കൊക്കെ വേണ്ടിയിട്ട് 50 രൂപ 100 രൂപേന്റെ ഉള്ളിൽ നമ്മുടെ കാര്യം കഴിയും. അത്രയും ചെറിയ റേറ്റ് എവിടേക്കൊക്കെ പച്ചക്കറിക്കുള്ളൂ. പക്ഷെ നമ്മുടെ പിന്നെ ചിക്കൻ അങ്ങനത്തെ സാധനത്തിലൊക്കെ നമ്മുടെ ഇവിടെ സെയിം റേറ്റ് തന്നെയാണ്. എല്ലായിടത്തും കിട്ടും. പിന്നെ ജിൻസ്, പിന്നെ എന്തൊരു വരുന്നുണ്ട് ഒരു ചെലവ് ഒരു ട്രാവലിംഗിന്? ചെലവ് ഞങ്ങൾക്ക് ഈ യാത്ര ഞങ്ങൾക്ക് കുറച്ച് ചെലവ് കൂടുതലായിരുന്നു. അപ്പൊ ഇവൾക്ക് സർജറിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ആ സർജറിന്റെ ഇതുള്ളതുകൊണ്ട് ഇടയ്ക്കൊരു പെയിനും കാര്യങ്ങളൊക്കെ വരുമ്പോ ഞങ്ങൾ എന്ത് ചെയ്യും, റൂം എടുക്കും. അല്ലാത്ത സമയം ഞങ്ങൾ വണ്ടി കിടക്കുള്ളൂ. എന്നിട്ട് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഞങ്ങൾ 14,000 കിലോമീറ്റർ ഓടി. അതില് ടോളും ഭക്ഷണ ചെലവ്, താമസം എല്ലാം കൂടി ഞങ്ങൾക്ക് 97 രൂപ വന്നിട്ടുള്ളൂ. അത്ര വന്നിട്ടുള്ളൂ. എത്ര കിട്ടുന്നുണ്ട് മൈലേജ്? 24 കിട്ടുന്നുണ്ട് എസിയിൽ കിട്ടുന്നുണ്ട്. ഇതിപ്പോ രണ്ടാമത്തെ നാനോ ആണ്. ആദ്യത്തെ നാനോ വൈറ്റ് ആയിരുന്നു. അത് കൊടുത്തു. ഇത് പിന്നെ എടുത്ത വണ്ടിയാണ്. ഇതിൽ ഡിക്കിയൊക്കെ തുറക്കാം, മറ്റേ ഡിക്കി തുറക്കാൻ പറ്റില്ല. ഇതിൽ ഡിക്കി തുറക്കാം. കാരണം ഇതിന്റെ എഞ്ചിൻ ബേക്കിലായതുകൊണ്ട് നമ്മൾ കിടക്കുന്ന സമയത്ത് ചൂട് ഉള്ളിലേക്ക് കയറും. അപ്പൊ ഈ ഡിക്കി തുറന്നിടുകയാണെങ്കിൽ കുറെ ചൂട് അങ്ങനെ പോയിക്കോളും. അതാകുമ്പോ പമ്പിലാണല്ലോ, നമ്മൾ കുറച്ചു നേരം തുറന്നിട്ട്
ഞങ്ങൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞോടം വരെ ആകുമ്പോഴത്തേക്കും തണുക്കും. എന്നിട്ട് സുഖമായിട്ട് കിടന്നു തുടങ്ങാം. ആണല്ലേ? എല്ലാം ഒറ്റയ്ക്കായി ക്യാമറ, വീഡിയോ എഡിറ്റിംഗ് എല്ലാം ഞങ്ങൾ തന്നെ ആണല്ലേ? ഫോണിലാണ് എടുക്കുന്നത് അല്ലെ? ഫോണിൽ S23 എടുക്കുന്നത്, സാംസങ്. സാംസങ്ങിന്റെ എടുക്കുന്നത് അല്ലേ? അപ്പൊ എഡിറ്റ് ചെയ്യണമെങ്കിൽ ടൈം പിന്നെ നമ്മള് പമ്പിൽ സൈഡാക്കുന്ന സമയത്ത് 6-7 മണിയാകുമ്പോഴത്തേക്ക് നമ്മള് സൈഡാക്കും. പിന്നെ നമ്മള് പമ്പിൽ തന്നെ വാഷ്റൂം ഒക്കെ യൂസ് ചെയ്യാലോ. അപ്പൊ അവിടെ കുളിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ഞങ്ങള് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും പമ്പിൽ നിന്ന് എന്തെങ്കിലും ദുരനുഭവം അവിടെ നിർത്തിടാൻ പാടില്ല, പാർക്ക് ചെയ്യാൻ പാടില്ല അങ്ങനെ? ചില പമ്പില് ഈ പ്രാവശ്യം നമുക്ക് ചില പമ്പിൽ അങ്ങനെ സമ്മതിക്കുന്നുണ്ടായിരുന്നു. കാരണം ഒരുപാട് പേര് ഇതേപോലെ യാത്ര ചെയ്തിട്ട് ടെന്റ് ഒക്കെ കൊണ്ടുപോയി അടിച്ച് അവര് ഈ കുറെ ചെക്കന്മാര് പോയിട്ട്, അപ്പൊ അവരെ ചില പമ്പിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചതാണ്. അവിടെ ചെന്നിട്ട് അവര് ഇതേപോലെ മദ്യമൊക്കെ കുടിച്ചിട്ട് അവിടെ അവരുമായിട്ട് ഭയങ്കര കച്ചറ ഉണ്ടാക്കും. പിന്നെ ഈ പോകുന്നവര് തമ്മി കച്ചറ ഉണ്ടാക്കി അങ്ങനെ പമ്പുകാർക്ക് കുറെ ബുദ്ധിമുട്ടായപ്പോ അങ്ങനെ വരുമ്പോ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് അവരാരും ചിലവര് പമ്പിൽ നിർത്താൻ സമ്മതിക്കൂല. ചില സ്ഥലത്ത് കുഴപ്പമില്ല, ചില സ്ഥലത്ത് ഭയങ്കര ഒരു വിഷയമാണ്. ഞാനല്ലാതെ പിന്നെ റൂം എടുക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടോ? ഉണ്ട്. ഞങ്ങൾ കുറെ റൂം എടുത്തു ഈ പ്രാവശ്യം. എടുത്തു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എണ്ണച്ചെലവും ടോളിന്റെ ഒക്കെ ഞങ്ങൾക്ക് ചെലവ് വരുള്ളൂ. അല്ലെങ്കിൽ ഫുഡിന്റെ ഏറ്റവും കൂടുതൽ യാത്രയിൽ ചെലവ് വരുന്നത് ഫുഡിനും അതേപോലെ താമസത്തിനുമാണ്. അത് രണ്ടും നമ്മൾ വണ്ടിയിലാക്കുമ്പോൾ നമുക്ക് അത്രയും ചെലവ് കുറയ്ക്കാൻ പറ്റും. ചില സ്ഥലത്ത് ഓക്സിജൻ ഒന്നും കിട്ടാത്ത നമുക്ക് ലഡാക്കിൽ നമുക്ക് ഉണ്ടായിരുന്നു. അത് ലഡാക്കില് 40-50% ഓക്സിജൻ കുറവാണ് ഇവിടത്തേക്കാളും. അപ്പൊ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ നമുക്ക് ഓക്സിജൻ സിലിണ്ടർ നമ്മൾ കൊണ്ടുപോയായിരുന്നു, ചെറുത്. അപ്പൊ അത് നമുക്ക് ആവശ്യം വരുന്നത് ചെറിയ തലവേദന വരും, ചെറിയ തലകറക്കം, അങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകൾ വരും, ഛർദ്ദിക്കാൻ വരിക, അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ. അപ്പോ അതിനുവേണ്ടി നമ്മൾ ചെറിയ സിലിണ്ടർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലഡാക്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസം അവിടെ ക്ലൈമറ്റുമായിട്ടൊന്ന് ഇതാവാൻ വേണ്ടി 2 ദിവസം റെസ്റ്റ് എടുക്കണം. എന്നിട്ട് നമുക്ക് അവിടെ കറങ്ങാൻ പറ്റില്ല. നമുക്ക് ചുമ്മാ നടക്കാൻ പോലും പറ്റില്ല, ഭയങ്കരമായിട്ട് കിതപ്പും. ലേ ഒക്കെ ഇഷ്ടം പോലെ ഇതുണ്ട് ലേയില്. നമ്മൾ ഈ ഉംലിംഗ് ലേയിലൊക്കെ ചെല്ലുമ്പോഴാണ് അവിടെ നല്ല അടിപൊളി വഴിയൊക്കെ ഉണ്ട്, പക്ഷെ ആൾക്കാർ കുറവാണ്. പട്ടാളക്കാര് താമസം കുറവാണ്. പട്ടാളക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ കുറഞ്ഞ ദൂരം കൂടി പോയി കഴിഞ്ഞാൽ ചൈന ബോർഡർ എത്തും. അപ്പൊ ഫുഡൊക്കെ അവിടെ ഹോട്ടലിലൊക്കെ നമ്മള് മാക്സിമം ഹോട്ടലിൽ നിന്ന് കഴിച്ചത്. ഹോട്ടൽ ഭക്ഷണമാണ്. നമ്മുടെ കേരള ഫുഡ് നമ്മൾ ഈ ലഡാക്കില് നമ്മുടെ ഒരു ഇവരുണ്ട്, ഒരു സുധീഷ് ഏട്ടനും ജോഷ്ന ചേച്ചിയുണ്ട്. അവരെടുത്താ നമ്മൾ പോകുന്നെങ്കിൽ അവിടെ താമസിക്കാൻ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കേരള ഫുഡ് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ കേരള ഫുഡ് കുറവാണ്. എന്നാലും കിട്ടും, അവിടെ ഇവിടെയൊക്കെ ചുരുക്കം സ്ഥലത്തേ കിട്ടുള്ളൂ. മാർക്കറ്റിംഗ് നമ്മുടെ അരിയല്ല. മാർക്കറ്റിംഗ് ഉണ്ടോ? ഉണ്ട്. അവിടെയൊക്കെ എങ്ങനെ റേറ്റ് ഒക്കെ? നമ്മുടെ ലഡാക്കിൽ ഇച്ചിരി കൂടുതലാണ് സാധനങ്ങൾ. അവിടെ അങ്ങോട്ട് എത്തിക്കണല്ലോ, പുറത്തുനിന്ന് എത്തുന്നതായതുകൊണ്ട് കുറച്ച് റേറ്റ് കൂടുതലുണ്ട്. അവിടെ എന്തോരം ഉണ്ടാവും? തണുപ്പ് നല്ല തണുപ്പ് വരും. ഞങ്ങള് പോയപ്പോ ഇച്ചിരി കുറവായിരുന്നു. ഐസ് വീഴുന്ന സമയത്ത് ഭയങ്കര തണുപ്പാ. ആണല്ലേ? ആ സീസണല്ല പോയത്? അല്ല, ഞങ്ങളിപ്പോ പോയത് നമ്മൾക്ക് ഈ ഐസ് വീണ് കിടക്കുമ്പോ ഒരു ഭംഗി, ഐസ് ഇല്ലാത്തപ്പോ വേറൊരു ഭംഗിയാ. ഞങ്ങൾ ഐസ് ഇല്ലാത്തപ്പോ ഉള്ള ഒരു ഇതാണ് ഞങ്ങള് പോയത്. പല രാജ്യങ്ങളിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഭാഷ ഒരു പ്രശ്നമാണ്. ഭാഷ പ്രശ്നമാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ഹിന്ദി വലിയ ഐഡിയ ഇല്ല. എത്ര ലാംഗ്വേജ് അറിയാം? നമുക്ക് ആകെ ഇംഗ്ലീഷ്, മലയാളം, തമിഴ് ഇത് മൂന്നേ അറിയുള്ളൂ. ഹിന്ദി നമുക്ക് അത്യാവശ്യം ഇപ്പൊ ഹിന്ദി വേണം. ഹിന്ദി നിർബന്ധമാണ്. അറിയില്ല. അപ്പൊ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞങ്ങള് കുറച്ചൊക്കെ നമുക്ക് അറിയാം. കുറേശ്ശെ സിനിമയൊക്കെ കണ്ട് അതിൽ നിന്ന് കുറച്ച് കുറേശ്ശെ വാക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും ഞങ്ങള്. അല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒക്കെ വെച്ച് അങ്ങനെയാണ് ഞങ്ങളുടെ. അങ്ങനെയല്ലേ? അമ്പലവേലി ചീങ്ങേരി അല്ലേ നാട്? അതെ. ഇവിടെ കാരാപ്പുഴ ഡാമിന്റെ അടുത്ത്. അവിടെ നിന്നാണ് ഞങ്ങളുടെ യാത്ര തുടക്കം. ആണല്ലേ? ഞങ്ങൾ രണ്ടുപേരും ഒരു യാത്രയൊക്കെ പ്ലാൻ ചെയ്താണ്, പക്ഷെ അത് നടന്നില്ല. അതെ, നമുക്ക് പോവാം ഉടനെ, നമുക്ക് ഒരു യാത്ര പോകാം. ഞങ്ങള് ഇവര് ട്രാവൽ തുടങ്ങുന്നതിന് മുമ്പേ ഒരു പ്ലാനിങ് ഞങ്ങൾ ചെയ്താണ്, പക്ഷെ അത് നടന്നില്ല. ഇനി അടുത്ത ട്രാവലിങ്ങിലൊക്കെ ഞാൻ കൂടുന്നതായിരിക്കും. അപ്പൊ പിന്നെ വേറെ ബ്ലോഗേഴ്സൊക്കെ ബന്ധപ്പെടാറുണ്ടോ? ഇത് ഉണ്ട്. ആണല്ലേ? ഇടയ്ക്ക് ചിലരൊക്കെ വിളിക്കും, നമ്മുടെ കാണുന്നവരൊക്കെ വിളിക്കുന്നുണ്ട്. വിളിക്കാറുണ്ട്. അവരൊക്കെ എന്താണ് അഭിപ്രായം? നല്ല സപ്പോർട്ട്. അവര് നല്ല സപ്പോർട്ടാണ്.
എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അവർ എന്നോട് പറയാറുണ്ട്, ഞാനിങ്ങനെ പിന്നെ ഷെയർ ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്താണ് ഇവരുടെ ചാനലിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ വയനാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു നാനോ കാറിൽ ഇങ്ങനെ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഫാമിലിയായിട്ട് അതിൽ തന്നെ കുക്ക് ചെയ്ത് അതിൽ തന്നെ കിടന്നുറങ്ങി ട്രാവലിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ചാനലിലൂടെ പങ്കുവെച്ച് അതൊക്കെ വലിയൊരു കാര്യമാണത്. ഒറ്റ ദിവസം കൊണ്ട് മനസ്സിൽ തോന്നുന്ന ഒരു മൈൻഡിൽ ഇങ്ങനെ പോവാണ്, യാത്ര ചെയ്യാൻ പെട്ടെന്ന് ഉള്ള തീരുമാനമാണ് എല്ലാം. അതൊരു വലിയ കാര്യമാണത്. അത് വയനാട് എന്ന് പറയുന്ന വലിയൊരു സിറ്റിയിൽ നിന്ന് ഒരു 3 പേര് ഒന്നിച്ചിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ഫാമിലി ബ്ലോഗായിട്ട് അതൊരു വലിയ കാര്യമാണ്. ഒരുപാട് സന്തോഷം കാണാൻ സാധിച്ചതിൽ സന്തോഷം. ഇനി ഒത്തിരി യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണാത്തവരെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഫാമിലിയിലേക്കും നിങ്ങളുടെ പിന്നെ എല്ലാ റിലേറ്റീവ്സിലേക്കൊക്കെ എത്തിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. ചെറിയൊരു കാർ യാത്ര ചെയ്ത് ലോകം സഞ്ചരിക്കുകയാണ്, ലോകം ചുറ്റുകയാണ്. ഇനി ഒരുപാട് രാജ്യങ്ങളിൽ പോകാൻ സാധിക്കട്ടെ, ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ ചാനൽ, ഒരുപാട് ഹൈറ്റിലേക്ക് പോകട്ടെ ചാനൽ. അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൻ, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.